ചോദ്യപേപ്പർ ചോർച്ചയിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുന്നത്. 4-ാം പ്രതിയായ അബ്ദുൾ നാസറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ഇംതിയാസ്, കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയാനുണ്ട്. പ്രത്യേകിച്ച് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ എത്ര ആളുകൾക്ക് പങ്കുണ്ട്, ഇത് വലിയൊരു റാക്കറ്റാണോ, അക്കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഷുഹൈബ് ഉന്നയിച്ച ആരോപണം കൂടി നമുക്ക് മുന്നിലുണ്ട്. വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്, മറ്റൊരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇതിന് പിന്നിലെന്ന ആരോപണമുണ്ട്. അതും പരിശോധിക്കേണ്ടതാണ്. ആര്യ ദിനീഷ്മണി, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ 4 പ്രതികളെയാണ് ഇതുവരെ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയാണ് താമരശ്ശേരി കോടതിയിൽ ഇന്ന് അന്വേഷണ സംഘം സമർപ്പിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുന്നുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4-ാം പ്രതിയായിട്ടുള്ള അബ്ദുൾ നാസറിനെയാണ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കാരണം ഈ അബ്ദുൾ നാസറാണ് ഈ മലപ്പുറത്തെ മഹദിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ചോദ്യം വാട്സാപ്പ് വഴി ചിത്രസഹിതം ചോർത്തി ഫഹദിന് 2-ാം പ്രതിയായിട്ടുള്ള ഫഹദിന് ചോർത്തി നൽകിയത് എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഷുഹൈബിന്റെ അറസ്റ്റ് നടന്നത്. എന്നാൽ ഇതിൽ ഇപ്പോൾ ഈ 10-ാം ക്ലാസിന്റെ ഇംഗ്ലീഷ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് ഇതുവരെ ഈ അബ്ദുൾ നാസർ സമ്മതിച്ചിട്ടില്ല. അതേക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ചോദ്യപേപ്പറുകൾ ചോർന്നത് കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ മുഹമ്മദ് ഷുഹൈബിനെയും അതുപോലെ തന്നെ പ്രതിയായിട്ടുള്ള അബ്ദുൾ നാസറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതിനുവേണ്ടി 2 പേരെയും കസ്റ്റഡിയിൽ കിട്ടേണ്ടതുണ്ട്. ആ അപേക്ഷയാണ് ഇന്ന് സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷുഹൈബ് ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം മുതലേ ഉന്നയിച്ചിരുന്നത് ഇത് തന്നെയും തന്റെ സ്ഥാപനത്തെയും തകർക്കാൻ ചിലർ നടത്തുന്ന ഗൂഢ ശ്രമങ്ങളാണ്. അത് അവസാനമായിട്ട് ഷുഹൈബ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതുതന്നെ ഉന്നയിക്കുന്നു. അതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചിലർ പണമൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതടക്കം പറയുന്നുമുണ്ട്. നിലവിൽ ഈ +1 സയൻസ് വിഷയങ്ങളുടെ ചോദ്യങ്ങൾ ചോർത്തി എന്നതാണ് ഈ അബ്ദുൾ നാസർ സമ്മതിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മഹദിൻ ഹയർ സെക്കൻഡറിക്കെതിരെ നിലവിൽ വകുപ്പുതല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അവിടെ മറ്റാർക്കെങ്കിലും ഈ സ്ഥാപനത്തിലെ മറ്റാർക്കെങ്കിലും ഈ ഫഹദുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഫഹദ് ആ സ്ഥാപനത്തിലെ മുൻ പ്രധാന അധ്യാപകനായിരുന്നു. ഇവരുമായിട്ട് നേരത്തെ ബന്ധമുണ്ടോ, അങ്ങനെ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കുറെ വിവരങ്ങൾ ഇനിയും ശേഖരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത്, ആരൊക്കെ ഇതിന്റെ പങ്കാളികളാണ്, ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകുന്നത്.